2024 വീണ്ടും കക്കാൻ അത് മുക്കിയെടുത്ത് മനസ്സിലായേ? അങ്ങനെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച 3 പേര് ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരായി നടപടിയെടുത്തില്ല. രക്തസാക്ഷി ഫണ്ട് കട്ടു എന്ന് പറഞ്ഞ ആൾക്കെതിരായി നടപടിയെടുത്ത്. ഇത് എന്തൊരു വൈരുദ്ധ്യമാണ്. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, ഇതാണിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഇതാണ് പരിപാടി. കൊച്ചിയിൽ അഭിമന്യുവിന്റെ ഫണ്ട് കൊള്ളയടിച്ചു. തിരുവനന്തപുരത്ത് വിഷ്ണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സംഘപരിവാറുകാർ കൊന്നു. അപ്പൊ തന്നെ ഇറങ്ങി രക്തസാക്ഷി ഫണ്ട്, അത് അടിച്ചു മാറ്റി. ഞാൻ 5-ാം തീയതി കാസർഗോഡേക്ക് പോരുമ്പോൾ തിരുവനന്തപുരത്തിനാണ് പോരുന്നത് പുതുയുഗ യാത്രയിൽ പങ്കെടുക്കാൻ. അന്നത്തെ ദിവസം CPM-ന് വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം കോൺഗ്രസിൽ ചേർന്നു. ഞാൻ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് വന്നത്. എന്തോ രക്തസാക്ഷിയുടെ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി നിങ്ങളുടെ പാർട്ടി മാറിയില്ലേ? അത്ര വെറുക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം ഒരു കാര്യം, ഗൗരവത്തിൽ നല്ല CPM-കാരെ കാണുമ്പോൾ ചിരിച്ചോളൂ. അവർ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോണത്, വെറുതെ പറയല്ല. ഞാൻ മറ്റേ ഇലക്ഷന് മുമ്പ് പറഞ്ഞാണ്, ഇല്ല പറഞ്ഞില്ലേ? ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലേ? ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു, ചിരിച്ചോളാം, അവർ നമുക്ക് വോട്ട് ചെയ്യൂ. ഇടതുപക്ഷ സഹയാത്രികരുണ്ട്, 3-4 പതിറ്റാണ്ടായി. ഇടതു വന്നാൽ നല്ലതാണ്, ഇടതു വന്നാൽ മാറ്റമുണ്ടാകും, ഇടതു വന്നാൽ അടിസ്ഥാന വർഗത്തിന്റെ ഒരുപാട് പുരോഗതി ഉണ്ടാകും എന്ന് കരുതിയ കുറേ നല്ല മനുഷ്യർ, ഇടതുപക്ഷ സഹയാത്രികർ. അവരെ കണ്ടാൽ ചേർത്ത് പിടിച്ചോളണം. നമ്മളെക്കാൾ വാശിയിൽ ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്ന് പറയുന്നത് അവരാണ്. കണ്ടില്ലേ കവി സച്ചിദാനന്ദൻ പറഞ്ഞത്? തുടർ ഭരണം വേണ്ട. മലയാളത്തിന്റെ പ്രിയങ്കരിയായ നോവലിസ്റ്റ് ഷാര ടീച്ചർ പറഞ്ഞെന്താ? പിണറായി 3 അയ്യോ വേണ്ട. ഇതാണ് സാംസ്കാരിക ലോകം പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. UDF എന്ന് പറയുന്നത് ഇന്ന് കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടിച്ചേരൽ മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ, വ്യക്തികൾ, ഇൻഫ്ലുവൻസേഴ്സ്, ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇടതുപക്ഷ സഹയാത്രികർ. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകൾ അവർ തിരിച്ചറിഞ്ഞു ഇവർ തീവ്ര വലതുപക്ഷമാണ് എന്ന്. അവര് നമ്മളോടൊപ്പം ഉണ്ടാകും ഈ ജൈത്രയാത്രയിൽ. കേരളത്തെ രക്ഷിക്കാനുള്ള, കേരളത്തിന് മാറ്റമുണ്ടാക്കാനുള്ള നമ്മുടെ ഈ പോരാട്ടത്തിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഇന്ന് കോഴിക്കോടത്തെ ഈ പരിപാടി അവസാനിക്കുമ്പോൾ എല്ലാ നേതാക്കളും പറഞ്ഞതുപോലെ ഞാനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇത് ഗംഭീരമാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഗംഭീരമല്ല, അതിഗംഭീരമല്ല, അതിന്റെ അപ്പുറത്തേക്ക് അങ്ങ് പോയി. ഇവിടെ പറഞ്ഞല്ലോ കുഞ്ഞാലി സാഹിബ്, എല്ലായിടത്തും പേരാമ്പ്രയിലും ആലുശ്ശേരിയിലും എലത്തൂരും എല്ലാ സ്ഥലത്തും ഈ ജില്ലയിൽ കയറിയപ്പോൾ മുതൽ കുറ്റ്യാടിയിലും എല്ലാ സ്ഥലത്തും ജനസഞ്ചയമാണ്. ഞാൻ ഓർത്തു ഇന്ന് പണിമുടക്കാണ്, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു? ഇപ്പോഴും നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ? അതൊന്നുമല്ല, അതിനേക്കാൾ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഞാൻ ഒരിക്കൽ UDF ഞങ്ങൾ നേതാക്കന്മാരെല്ലാം വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഇടയ്ക്ക് ഒരു അത് വരുമല്ലോ, എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ട്രെൻഡ് എതിരായിരുന്നപ്പോഴും 14-ൽ 9 സീറ്റ് ഞങ്ങൾ ജയിപ്പിച്ചു. ഈ പ്രാവശ്യം 14-ൽ ജയിപ്പിക്കുന്നു. അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചു, അങ്ങനെയാണെങ്കിൽ 16-ൽ 16 മലപ്പുറത്ത് ജയിപ്പിക്കുന്നു. പിന്നെ ഇടുക്കി, പത്തനംതിട്ട, പല ജില്ലകളിലും മുഴുവൻ സീറ്റുകളും ജയിക്കുന്ന പല ജില്ലകളും വരിക. പക്ഷെ ഇവിടെ നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇപ്പൊ പ്രവീൺ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് എല്ലാ സീറ്റും ജയിക്കും. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല, സത്യം പറയാം. പക്ഷേ ഇന്ന് ഞാനിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ വിസ്മയകരമായ മാറ്റം കോഴിക്കോട് ജില്ലയിലുണ്ടാകും. അത് 10-ന് മീതെ പോകും. അത് മുഴുവൻ സീറ്റുകളിലേക്കും എത്തിക്കേണ്ട ദൗത്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. മാറ്റമുണ്ടാകില്ലേ? ആ മാറ്റം മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ പറഞ്ഞു, പോരാളികളെ പോലെ വിശ്രമമില്ലാതെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ UDF-ന് കോഴിക്കോട് നിന്ന് ലഭിക്കുന്ന വർഷമാക്കി ഈ 2026 മാറ്റണം. ആ ഉറപ്പ് നിങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നിങ്ങൾ ഈ ജില്ലയിൽ നൽകിയ ഈ സ്വീകരണത്തിന്, ഈ പുതിയ യാത്രയ്ക്ക് നൽകിയ ഈ വരവേൽപ്പിന് സത്യമായിട്ടും നന്ദി പറയാൻ വാക്കുകളില്ലാതെ നിങ്ങളോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു എന്ന മാത്രം വാക്ക്.